ഇടുക്കി ചിന്നക്കനാലിൽ പുലിയുടെ ആക്രമണം. ഇന്നലെ രാത്രിയാണ് പവർ ഹൗസ് രാജപാണ്ഡ്യയുടെ വളർത്തുനായെ പുലി ആക്രമിച്ചത്. ഒരാഴ്ച മുമ്പ് തൊഴിലാളികൾ തോട്ടം മേഖലയിൽ പുലിയെ കണ്ടിരുന്നു. ഈ പുലിയുടെ ആക്രമണം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പുലിയെ പിടിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് തോട്ടം തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർക്കും DFOയ്ക്കും കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളെ ഇതുവരെയായിട്ടും പുലി ആക്രമിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വന്ന് പുലിയെ പിടിക്കാമെന്നൊക്കെയാണ് ഇവിടെയുള്ള അധികൃതർ പറയുന്നത്. ഇങ്ങനെ ഒരു തെറ്റായ പ്രവണതയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് കടക്കേണ്ടി വരും. ആൽവിൻ തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ആൽവിൻ, ബൈറ്റ് തന്ന ചേട്ടൻ പറയുന്നത് പോലെ തന്നെ വനം വകുപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ എന്തെങ്കിലും ചെയ്തേണ്ടി വരും. പുലിമുരുകനാകാനൊന്നും സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ലല്ലോ. എന്ത് ചെയ്യും ജനം? ദിവസവും പുലർകാലം തോട്ടത്തിലേക്ക് ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിൽ വിലപിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ ചിന്നക്കനാൽ പെരിയ കനാലിന് സമീപമുള്ള പ്രദേശത്തൊക്കെ പുലിയുടെ സാന്നിധ്യം തോട്ടം തൊഴിലാളികൾ കണ്ടിരുന്നു. ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഹാരിസൺ മലയാളത്തിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ തോട്ടമാണ് ഈ മേഖല എന്ന് പറയുന്നത്. അവിടെ ആ കമ്പനിയും അത്തരത്തിലൊരു ഔദ്യോഗികമായി ഫോറസ്റ്റർക്ക് കത്ത് നൽകിയിരുന്നു. ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്നും എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നും തൊഴിലാളികളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലാണ് പുലി ഉള്ളതെന്നും അത്തരത്തിലുള്ള ഒരു കത്ത് കമ്പനി കൈമാറിയിരുന്നു. പക്ഷേ ഇതൊന്നും ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഇതൊരു തുടർ നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതിയായി തോട്ടം തൊഴിലാളികൾ പറയുന്നത്. തോട്ടം തൊഴിലാളികളുടെ സംയുക്ത ട്രേഡ് യൂണിയൻ അവരെ ഒരുമിച്ചാണ് ഇപ്പോൾ ഒരു ആവശ്യവുമായി അവർ രംഗത്തെത്തിയിട്ടുള്ളത്. അവർ ഈ ആവശ്യം പുലിയെ അവിടെ നിന്ന് തുരത്തണമെന്നുള്ള ആവശ്യം അല്ലെങ്കിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നുള്ളൊരു ആവശ്യമാണ് തോട്ടം തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളത്. ആ ആവശ്യത്തിൽ ഇപ്പോഴും വനംവകുപ്പ് ചെവി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഇന്നലെ വൈകുന്നേരമാണ് ഈ പ്രദേശത്ത് തന്നെ തോട്ടം തൊഴിലാളിയായ രാജപാണ്ഡ്യയുടെ വളർത്തുനായെ പുലി ആക്രമിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ പെരിയകനാൽ പ്രദേശത്ത് പുലിയുടെ ആക്രമണം സ്ഥിരമാവുകയാണ്, അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരമാവുകയാണ്. തൊഴിലാളികൾ വലിയ ഭീതിയിലാണ്. എത്രയും വേഗം കൂട് സ്ഥാപിച്ച് ഇതിനെ ഇവിടെ നിന്ന് പിടികൂടണമെന്നാണ് ഇവരുടെ ആവശ്യം. ശരി, അതാണ് അവരുടെ ന്യായമായ ആവശ്യം. പക്ഷേ ആവശ്യങ്ങൾ നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. പുലി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാലിൽ.